ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പുതിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയാണെങ്കിൽ കണ്ണൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ. എന്തായാലും ഈ കുടുംബത്തിലെ സന്തോഷവും സമാധാനമൊക്കെ തിരിച്ചു തരണേ ഭഗവാനെ, ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി സമാധാനം തരണേ, എല്ലാവരോടും സ്നേഹമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റണേ കണ്ണാന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ദേവുട്ടി ഓടി വന്ന് അമ്മ എന്തിനാ കരയുന്നേ അപ്പോൾ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേവി പറയും, മോള് കണ്ണനോട് പ്രാർത്ഥിക്കുക, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയാവാനും എല്ലാവരും സ്നേഹത്തോടെ പോകണമെന്നും. അങ്ങനെ കണ്ണൻ്റെ മുമ്പേ എന്ന് ദേവുട്ടി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അമ്മയെ കരയിക്കല്ലേ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എല്ലാവരും നല്ല സ്നേഹമായിട്ട് തന്നെ പോണേ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ ആണെങ്കിൽ നേരെ വന്ന് ബാലേട്ടനോട് പറയണം, ബാലേട്ട കണ്ണൻ്റെ അവകാശം ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞില്ലേ ബാലേട്ടന് എന്താ തീരുമാനം അത് തന്നെ ഹരിയുടെയും തീരുമാനമൊന്നും, പക്ഷേ ഞാൻ അതിനെ എതിർത്തു. എന്താ കാര്യം എന്നറിയോ, ബാലേട്ടനോടോ ദേവിയടുത്തിയോടോ എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, പക്ഷേ നമ്മുടെ കുടുംബത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എതിർത്തതെന്ന് പറയാണ്. അപ്പോൾ ദേവി പറയാണ് കേട്ടോ, നീ അല്ലേലും എനിക്കും ബാലേട്ടനും എന്തോ ഒരു വേർതിരിവ് നിങ്ങളിലുണ്ട്, അപ്പുവിനോടും ഹരിയോടും എന്തോ വേർതിരിവാണ് കാണിക്കുന്നതെന്നുള്ള ചിന്ത വെച്ചിട്ടാണ് നീ ഇതൊക്കെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ എന്ന് പറയണം. അപ്പോൾ ദേവി പറയുകയും ചെയ്യുന്നുണ്ട് കൂടെ, അല്ലേ തന്നെ പഴയ കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത്, എല്ലാവരും മറന്നു തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, അല്ലെങ്കിലും ഞാനും ബാലേട്ടനും ഒക്കെ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത് അപ്പോൾ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ അത് കേട്ട് വിഷമിച്ച് നിൽക്കണം. അങ്ങനെ കടയിലിരുന്ന് കൊണ്ട് ബാലൻ നമ്മൾ ഹരിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ കാരണം ദേവിക്കും എനിക്കും വല്ലാത്ത പഴി കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹരി ചോദിക്കും, എന്താ ബാലേട്ട നീ ഇങ്ങനെ ജോലിക്ക് പോകാതെ കൃഷ്ണ സ്റ്റോർ എന്നും പറഞ്ഞ് ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, കൃഷ്ണ സ്റ്റോറിൽ ഞങ്ങൾ ഇവിടെ നിന്നെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് നീ ജോലിക്ക് പോകാത്തതെന്നാണ് അപ്പു പറയുന്നത്. ഇനി അപ്പുവിൻ്റെ വായിരിക്കുന്നതും കൂടെ നമുക്ക് കേൾക്കാൻ വയ്യ, ഇപ്പം തന്നെ ഇങ്ങനെയും ചില പഴികളൊക്കെ കേട്ടു തുടങ്ങി ഹരി, നീ അതുകൊണ്ട് എത്രയും വേഗം ആ ജോലിക്ക് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് ഹരിയെ ബാലിനെ ഇങ്ങനെ ഉപദേശിക്കാൻ കേട്ടോ. ആ സമയത്താണ് വീട്ടിലെ 2 പയ്യന്മാർ വരുന്നുണ്ട്. നോക്കുമ്പോൾ കണ്ണൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ അവരിങ്ങനെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. കണ്ണൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ കൂട്ടുന്ന 2 ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും അപ്പു ദേവിയോട് സംശയം പറയണം, ദേവിയത്തെ ഈ വലിയ കമ്പനിയും ബിസിനസ്സും ഒക്കെ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ഇങ്ങനെ ഓട്ടോയിലൊക്കെ പറഞ്ഞ് അത്രയ്ക്കുള്ള നിവർത്തി ഇവർക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് കണ്ണനെ സോപ്പിട്ട് കണ്ണൻ്റെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ പിടിച്ച് വാങ്ങിച്ച് ഇവർക്ക് നടത്താനാണെന്നാ. മിക്കവാറും ഇതെല്ലാം കണ്ണൻ്റെ കൈക്കലായി കഴിഞ്ഞാൽ എല്ലാം നഷ്ടമാവും ദേവിയത്തെ എന്നിങ്ങനെ അപ്പു സംശയം പറയാൻ കേട്ടോ. ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.